ഹലോ വെൽക്കം ടു ദ സ്റ്റുഡൻറ്റ് ചാനൽ ആൻഡ് എഡിറ്റർ. അപ്പോൾ ഇന്ന് ഒരു ഡെസ്ക് സെറ്റപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ DIY ചെയ്തെടുത്ത ഓർഗനൈസേഴ്സൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് തന്നെ ഈസി ആയിട്ട് ബ്യൂട്ടിഫുൾ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് എൻ്റെ സ്റ്റഡി ഡെസ്ക്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു വൈറ്റ് ടർക്കി വിരിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റഡി ഡെസ്ക് വിൻഡോയുടെ സൈഡിൽ ഇടാനാണ് കേട്ടോ പ്രിഫർ ചെയ്യാറ്. അതാകുമ്പോൾ ഡേ ടൈമിലൊക്കെ നല്ല രീതിക്ക് സൺലൈറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈവനിങ് ടൈമിൽ ഇതുപോലെ എൻ്റെ റൂമിലേക്ക് സൺലൈറ്റ് കിട്ടും. അത് നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിൻഡോയുടെ സൈഡിൽ തന്നെയാണ് ഡെസ്ക് ഇടാറുള്ളത്. ഡെസ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇതുപോലെ ഒരു റാക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഗ്രിഡ് DIY ചെയ്തെടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചോപ്പ് സ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചോപ്പ് സ്റ്റിക്സും ഫ്ലെക്സ് ക്വിക്കും ഉപയോഗിച്ചാണ് ഞാൻ ഈ ഗ്രിഡ് ഉണ്ടാക്കുന്നത്. അത് ഇതുപോലെ ഒരു ഹുക്കിൽ ഹാങ് ചെയ്തിടാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രിഡ്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ബാക്കി വന്ന കുറച്ച് പിക്ചേഴ്സ് ഞാൻ വെറുതെ ഈ ഗ്രിഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ത്രെഡിൽ ഇങ്ങനെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ കോർത്തെടുത്താണ്. അതും ഞാൻ ഇതിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിക്ചേഴ്സ് ഹാങ് ചെയ്യാനായിട്ട് ഞാൻ സാധാരണ പേപ്പർ ക്ലിപ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ പിക്ചേഴ്സിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് പേപ്പർ ക്ലിപ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇത് ഒരു DIY ഓർഗനൈസറാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പേപ്പർ സ്ട്രോസ് വെച്ചാണ് ചെയ്തത്. ഞാൻ പഴയ മാഗസിൻ്റെ പേപ്പർ എടുത്ത് അത് സ്ട്രോ പോലെ ഉണ്ടാക്കി അത് ഒട്ടിച്ചാണ് ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ 4 കമ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. അപ്പം അതിലെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന പെൻസെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയെടുത്ത ഒരു ഓർഗനൈസറാണ് കേട്ടോ. അതിപ്പം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കപ്പാണ് കേട്ടോ. ഒരു പ്ലെയിൻ വൈറ്റ് കപ്പായിരുന്നു. അപ്പം ഞാൻ അതിൽ ഇതുപോലെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഹൈലൈറ്റേഴ്സ്, പെൻസിൽ, പെൻസ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസർ കാർഡ്ബോർഡ് വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു കാർഡ്ബോർഡ് ബോക്സ് ആയിരുന്നു. അതിൽ ഞാൻ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അത് പെയിൻറ്റ് ചെയ്തെടുത്താണ്. ഇതൊരു ഡ്രോയർ ടൈപ്പ് ഓർഗനൈസറാണ്. ഇതിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പേപ്പർ ക്ലിപ്സ്, സ്റ്റാപ്ലയേഴ്സ്, പേപ്പർ പഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഒരു നോർമൽ ബോക്സ് ആണ് കേട്ടോ. എനിക്ക് എന്തോ ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതിൽ. അത് ഞാൻ എടുത്തു വെച്ചാണ്. നല്ല കളറൊക്കെ ആയിട്ട് എടുത്തു വെച്ചാണ്. അപ്പോൾ അതിലൊന്നും ചെയ്തിട്ടില്ല. അതിൽ ഞാൻ ഇതുപോലെ എൻ്റെ സ്റ്റിക്കേഴ്സ്, വാഷി ടേപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കലണ്ടർ ഞാൻ DIY ചെയ്തതാണ്. ഇത് ഈ വർഷം എനിക്ക് കിട്ടിയൊരു കലണ്ടറായിരുന്നു. എന്നിട്ട് ഞാൻ അതിൽ ക്യാൻവേന്ന് ലേഔട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ട് അത് പ്രിൻ്റ് എടുത്ത് അതിൻ്റെ മേലിൽ ഒട്ടിച്ച് കൊടുത്താണ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചൊരു ക്ലോക്കാണ് കേട്ടോ. ഇതിൽ നമുക്ക് അലാമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു പേസ്റ്റൽ പെൻസാണ്. അതിന് 2 പോയിൻറ്റ് വരുന്ന പെൻസാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്റ്റിക്കി നോട്ട്സും വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഏരിയയിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഡയറീസ്, ജേർണൽസ്, നോട്ട്ബുക്സ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് വെക്കുന്നത്. ഞാൻ വല്ലപ്പോഴും വായിക്കുന്ന ബുക്സൊക്കെ ഞാൻ ഏറ്റവും മേളിലായിട്ടാണ് വെക്കുന്നത്. അത് ഒരു നോർമൽ ഒരു ബോക്സിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റ് സ്റ്റിക്ക് ചെയ്തെടുത്ത് അതിലാണ് ഞാൻ ഈ ബുക്സൊക്കെ വെക്കുന്നത്. ഇനി എപ്പോഴും ആവശ്യം വരുന്ന ടെക്സ്റ്റ് ബുക്സും നോട്ട് ബുക്സും ഒക്കെ ഞാൻ ഈ ടേബിളിൻ്റെ അടിയിലായിട്ടൊരു സ്പേസ് ഉണ്ട്, അവിടെയാണ് വെക്കുന്നത്. സ്റ്റഡി ഡെസ്ക് ഇടുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ വാളിൽ ഞാൻ ഇതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തെടുത്ത ഈ പിക്ചേഴ്സൊക്കെ ഒരു പാറ്റേണിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ സ്റ്റഡി സ്പേസിൽ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു 4 പ്ലാന്റ് പോട്ട്സ് വെക്കുന്നുണ്ട്. അപ്പം ഇതൊരു ബോട്ടിലാണ്. അപ്പം ആ ബോട്ടിൽ ഞാൻ ഇതുപോലെ ഒരു പ്ലാന്റ്, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ഇതുപോലൊരു പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മണി പ്ലാന്റ്, അതും ഒരു പഴയ ടിന്നിൽ ഒരു
പ്രിൻ്റുള്ളൊരു പേപ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിലിൽ ഈ ഒരു പ്ലാന്റും ഞാനവിടെ വെക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു വൈറ്റ് പോട്ടിൽ ഇതുപോലെ സ്നേക്ക് പ്ലാന്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അമ്മ എന്തോ യൂസ് ചെയ്യുന്നൊരു ടിന്നായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഞാൻ പെയിൻ്റൊക്കെ അടിച്ചെടുത്ത് അതിലും ഞാൻ ചെറിയൊരു പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ് സെറ്റപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.